ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇതുവരെയും ഡാൻസിൻ്റെ വീഡിയോസ് മാത്രമാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ഒരു പുതിയ കാര്യമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതായത് റൂബിക്സ് ക്യൂബാണ്. ഇത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന 3x3 റൂബിക്സ് ക്യൂബാണ്. അതായത് ബേസ്, റൂബിക്സ് ക്യൂബിൻ്റെ ബേസ് എന്ന് പറയുന്നത് 3x3 റൂബിക്സ് ക്യൂബാണ്. അപ്പോൾ ഇതിന് 3 ലെയേഴ്സാണുള്ളത്. 3x3 എഡ്ജസ് എന്ന് പറയുന്ന ഈ പീസസിനെയാണ് കണ്ടോ, ഈ പീസിനെയാണ് എഡ്ജസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോർണേഴ്സ്, ഈ ക്യൂബിൻ്റെ കോർണേഴ്സിൽ കാണുന്നതാണ് കോർണർ പീസസ്. ഇത് സെൻറ്റർ പീസസ്. എല്ലാത്തിൻ്റെയും ഈ നടുക്ക് ഇതുപോലെ ഒരു സെൻറ്റർ പീസ് കാണും. അപ്പോൾ എൻ്റെ ക്യൂബിൽ ഇത് പ്രത്യേകമായിട്ട് കാണാൻ പറ്റും, കാരണം ഇത് റൗണ്ടായിട്ടാണ് ഈ പീസ് ഇരിക്കുന്നത്. ബാക്കിയെല്ലാം സ്ക്വയർ ഷേപ്പിലുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് റൂബിക്സ് ക്യൂബിൻ്റെ പീസസ്. ഇത് ബിഗിനേഴ്സ് ട്യൂട്ടോറിയലാണ്. ആദ്യമായിട്ട് കാണുന്നവർക്ക് ഈ ട്യൂട്ടോറിയൽ കാണാം. ഇനി ഞാൻ കാണിക്കുന്ന മൂവ്മെൻറ്റ്സ്. റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ നമ്മൾ കുറേ അൽഗോറിതംസ് ചെയ്യും. അപ്പോൾ അതിന് കുറച്ച് മൂവ്മെൻറ്റ് അറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ക്യൂബിനെ ഈ ഫ്രണ്ട് ഫേസ് ആയിട്ട് പിടിക്കുകയാണ്. എന്നിട്ട് എൻ്റെ റൈറ്റ് സൈഡിലുള്ള ഫേസ് ഏതാണോ അതിനെ ഇങ്ങനെ ഫ്രണ്ടിലോട്ടൊന്ന് കറക്കിക്കഴിഞ്ഞാൽ, ക്ലോക്ക് വൈസ് ഒന്ന് കറക്കുന്നതിനെയാണ് ആർ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ R ആണ്. പിന്നെ താഴോട്ട് അതുപോലെ തന്നെ തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് കറക്കുന്നതാണ് ആർ ഡാഷ് എന്ന് പറയും, അല്ലെങ്കിൽ ആർ പ്രൈം എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ക്യാപിറ്റൽ L എന്നും, അതുപോലെ തന്നെ തിരിച്ചാണെങ്കിൽ L പ്രൈം എന്നും പറയും. ഇതാദ്യം അറിഞ്ഞിരിക്കണം. പിന്നെ ഉള്ളത് യു, അതായത് നമ്മുടെ ഈ ക്യൂബിൻ്റെ അപ്പർ ഫേസ് ആണത്. അപ്പർ പോർഷനെയാണ് യു എന്ന് പറയുന്നത്. അതൊന്ന് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കറക്കുന്നതിനെയാണ് യു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിരിച്ച് കറക്കുന്നതിനെ യു പ്രൈം എന്നോ യു ഡാഷ് എന്നോ പറയും. പിന്നെ താഴെയുള്ള ഈ ലെയർ ഇങ്ങനെ അതേ പൊസിഷൻ നമ്മൾ യു കറക്കിയ പോലെ തന്നെ ഒന്ന് ക്ലോക്ക് വൈസ് കറക്കുകയാണെങ്കിൽ അതിനെയാണ് യു എന്ന് പറയുന്നത്, ഡി എന്ന് പറയുന്നത്. അതുപോലെ തിരിച്ച് കറക്കുകയാണെങ്കിൽ ഡി പ്രൈം എന്നോ അല്ലെങ്കിൽ ഡി ഡാഷ് എന്നോ പറയാം. പിന്നെ വേറെ ഉള്ളത് ഇത് നമ്മുടെ, അതായത് ഇപ്പം ഞാൻ ഗ്രീൻ കളറാണല്ലോ എൻ്റെ ഫ്രണ്ട് ഫേസ് ആയിട്ട് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രീനിനെ, ഇതിൻ്റെ ഈ ഫ്രണ്ട് ഫേസിനെ ഞാനൊന്ന് തിരിക്കുകയാണ്. ഗ്രീൻ മാത്രമാണ് കേട്ടോ. ഗ്രീനിൻ്റെ ഈ ഫേസിനെ ഒന്ന് ഇങ്ങനെ കറക്കുന്നത്, ക്ലോക്ക് വൈസ് കറക്കുന്നതിനെ ക്യാപിറ്റൽ F ആണ്. അത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളിതിൽ ഈ അൽഗോറിതംസ് ഉപയോഗിക്കുമ്പോൾ സ്മോൾ ലെറ്റർ എഫും ഉപയോഗിക്കുന്നുണ്ട്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. ക്യാപിറ്റൽ ലെറ്റർ F. അതുപോലെ തന്നെ തിരിച്ച് കറക്കുക, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് കറക്കുന്നതിനെയാണ് F പ്രൈം എന്നോ F ഡാഷ് എന്നോ പറയാം. പിന്നെ ഞാൻ പറഞ്ഞു സ്മോൾ ലെറ്റർ എഫ് എന്ന്, അതായത് സ്മോൾ ലെറ്റർ എഫ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആദ്യം ഇപ്പോൾ എഫ് എന്ന് പറയും, ക്യാപിറ്റൽ F എന്ന് പറഞ്ഞപ്പോൾ കറക്കിയത് ഫ്രണ്ട് ഫേസ് മാത്രമായിട്ടാണ്. ഇപ്പം സ്മോൾ ലെറ്റർ എഫ് എന്ന് പറയുകയാണെങ്കിൽ ഈ 2 ലെയേഴ്സൂടെ, അതായത് ആദ്യത്തെ 2 ലെയേഴ്സൂടെ ചേർത്ത് കറക്കണം ക്ലോക്ക് വൈസ് ആയിട്ട്. അപ്പോൾ അത് സ്മോൾ എഫ് ആണ്. തിരിച്ചതുപോലെ തന്നെ കറക്കുകയാണെങ്കിൽ അത് എഫ് പ്രൈം, സ്മോൾ ലെറ്റർ F പ്രൈം എന്ന് അല്ലെങ്കിൽ F ഡാഷ് എന്നോ പറയാം. അപ്പോൾ ഇതിത്രയാണ് നമ്മൾ ഈ 3x3 റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുമ്പോൾ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ട മൂവ്മെൻറ്റ്സ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇനി ഞാനൊന്ന് ഷഫിൾ ചെയ്യാണ് കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഷഫിൾ ചെയ്യാം. ചിലർ ചെയ്യുന്നത് കുറച്ച് മാത്രം ഒന്ന് ഷഫിൾ ചെയ്തിട്ട് ബാക്കി അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒന്നും ചെയ്യാതെ ഞാൻ ഇത് ഫുൾ അങ്ങനെ ഷഫിൾ ചെയ്യാൻ പോവാം. റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പല ട്രിക്സും പല രീതികളിലും അവർ ചെയ്യുന്നുണ്ട് ആൾക്കാർ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കണ്ടല്ലോ, ഇപ്പോൾ എൻ്റെ ഈ റൂബിക്സ് ക്യൂബ് ഒന്ന് ഷഫിളായിട്ടുണ്ട്. ഞാനിത് ഷഫിൾ ചെയ്ത് നല്ലപോലെ ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റൂബിക്സ് ക്യൂബിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നതിനും നമുക്ക് മാക്സിമം ബിഗിനേഴ്സ് മെത്തേഡ് ആണെങ്കിൽ പോലും ഒരു സ്റ്റെപ്പ് 6 അല്ലെങ്കിൽ സ്റ്റെപ്പ് 7ഓടെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു സ്റ്റെപ്പ് 6ഓടെയാണ് റൂബിക്സ് ക്യൂബ് ഫുള്ളായിട്ട് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഷഫിളായ റൂബിക്സ് ക്യൂബിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ബേസ് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സെൻറ്റർ പീസ് എന്ന് ഞാൻ പറഞ്ഞു. സെൻറ്റർ പീസിൽ യെല്ലോയിനെ സെലക്ട് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സെൻറ്റർ പീസ് ഒരിക്കലും മൂവ് ചെയ്യില്ല. അതിങ്ങനെ തിരിച്ചാൽ തന്നെയും സെൻറ്റർ പീസ് വേറെ ഒരു ഡയറക്ഷനിലോട്ടും പോകുന്നില്ല. അതേസമയം റൈറ്റിലെ ഒരു എഡ്ജ് പീസാണ് സെൻറ്റർ പീസ് ആയിരുന്നെങ്കിൽ അത് വേറെ ഫേസിലോട്ടും പോകും. അപ്പോൾ ഞാനിവിടെ യെല്ലോ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് എൻ്റെ സെൻറ്റർ പീസായിട്ട് യെല്ലോ ഇവിടെയാണ് വന്നിരിക്കുന്നത്. വേറൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, ഈ സെൻറ്റർ പീസ് നോക്കുമ്പോൾ യെല്ലോയുടെ ഓപ്പോസിറ്റ് വൈറ്റ് ആയിരിക്കും. പിന്നെ ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും ബ്ലൂ ആയിരിക്കും. ഓറഞ്ചിൻ്റെ ഓപ്പോസിറ്റ് റെഡ് ആയിരിക്കും. ഇത് ബേസാണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്.
അപ്പോൾ യെല്ലോ ഞാനിത് സെൻറ്റർ പീസായിട്ട് എടുത്തു. ഇനി ചെയ്യേണ്ടത് ഈ എഡ്ജ് പീസസ്, ഇതെൻ്റെ ഫേസാണ്, ഇത് മുകൾ ഭാഗമായിട്ടാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സെൻറ്റർ പീസ്, യെല്ലോ സെൻറ്റർ പീസ്. അപ്പോൾ ഇതിന് ചുറ്റും ഒരു ക്രോസ് പോലെ, അതായത് ഈ 4 എഡ്ജ് പീസസിലും ഞാൻ വൈറ്റിനെ കൊണ്ടുവരാൻ പോവുകയാണ്. അത് സിമ്പിളാണ്. അതായത് ഇത് ഞാൻ പറഞ്ഞു അപ്പർ ഫേസ് ആയിട്ടാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ നോക്കുകയാണ്. അതായത് ഈ റൂബിക്സ് ക്യൂബിന് 3 ലെയറാണല്ലോ ഉള്ളത്. അപ്പോൾ അതിൽ സെക്കൻഡ് ലെയറിൽ എവിടെയാണ് ഈ വെള്ള പീസസ്, അതായത് വൈറ്റ് പീസസ് എഡ്ജ് പീസസ് ആയിട്ട് വരുന്നത് എവിടെയാണെന്ന് നോക്കുക. അപ്പോൾ എനിക്കിവിടെ ഒരു എഡ്ജ് പീസുണ്ട്, പിന്നെ ഇങ്ങനെ തിരിച്ചാൽ തന്നെ ഇതും ഒരു എഡ്ജ് പീസാണ്. എനിക്ക് ഇവിടെ ഒരു എഡ്ജ് പീസ് ഉണ്ട്, അതിനെ ഇങ്ങനെ തിരിച്ച് സെക്കൻഡ് ലെയറിലോട്ട് വരും. നമുക്ക് സെക്കൻഡ് ലെയറിൽ കൊണ്ടുവന്നാലേ ഈ എഡ്ജ് പീസിനെ, വൈറ്റ് എഡ്ജ് പീസസിനെ മുകളിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെയുള്ള ഈ എഡ്ജ് പീസിനെ മുകളിലേക്ക് കൊണ്ടുവരാം. അതിന് ഞാൻ ജസ്റ്റ് ഒന്ന്, ഇതിന് അൽഗോരിതം ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ലോജിക്ക് ഉപയോഗിച്ചാൽ മതി. ഞാൻ റൊട്ടേറ്റ് ചെയ്ത് ഇതിനെ മുകളിലേക്ക് കൊണ്ടുപോയി. അടുത്തത് നമ്മൾ അടുത്ത വൈറ്റ് പീസാണല്ലോ നോക്കേണ്ടത്. അതായത് എനിക്കിപ്പോൾ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്, ഇനി 3 എണ്ണം എനിക്ക് കൊണ്ടുവരാനുണ്ട്. ഞാൻ ഇതിനെ, എനിക്കിപ്പോൾ എൻ്റെ സെക്കൻഡ് ലെയറാണിത്, ഇത് ഫസ്റ്റ് ലെയർ, ഇത് സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ എന്നാണ്. അത് മാറിപ്പോകരുത്. ഇതല്ല ഫസ്റ്റ് ലെയർ, ഇതെൻ്റെ അപ്പർ പോർഷനാണ്, അത് നീക്കരുത്, ഒരിക്കലും നീക്കരുത്. അവിടെയാണ് നമ്മൾ ഈ വൈറ്റ് എഡ്ജ് പീസസിനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് സെക്കൻഡ് ലെയർ ഉള്ളത്. അപ്പോൾ ഞാനിതിനെ അടുത്ത ഇനി എവിടേക്കാണോ വൈറ്റ് പീസ് എത്തേണ്ടത് അവിടോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് അവിടേക്കൊന്ന് തിരിച്ച് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് മുകളിൽ കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് 2 വൈറ്റ് എഡ്ജ് പീസസ് കിട്ടി. ഇനി അടുത്തത് ഇവിടെയും 2 അടുത്താണ് എഡ്ജ് പീസ് കിട്ടാനുള്ളത്. അത് ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ മാറിക്കിടക്കും. അപ്പോൾ നമ്മളതിനെ സെക്കൻഡ് ലെയറിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരിക്കുകയൊക്കെ ചെയ്യും. അതായത് ക്യാപിറ്റൽ F' ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്തു വച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും പോകും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമുക്ക് എവിടെയാണോ വൈറ്റ് പീസസ് എത്താത്തത് അവിടെ വെച്ച് വേണം തിരിക്കാൻ. അതാകുമ്പോൾ എനിക്ക് ഒരു പീസും നഷ്ടമാകുന്നില്ല. അപ്പോൾ ഞാനിതിനെ ഇനി ഇങ്ങനെ കയറ്റി കഴിഞ്ഞാൽ ഇവിടെ ചെയ്തു വെച്ചത് പോകും, അതുകൊണ്ട് യൂസ് ഇല്ല. അപ്പോൾ ഇതിനെ ഇനി എവിടെയാണോ കയറാനുള്ളത്, എവിടെയാണോ വൈറ്റ് പീസ് എത്താനുള്ളത് അവിടെ കൊണ്ടുവന്നിട്ട് മുകളിലേക്കൊന്ന് തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് 3ാമത്തെ വൈറ്റ് എഡ്ജ് പീസും കിട്ടി. ഈ 4ാമത്തെ എഡ്ജ് ഇത് ഇവിടെ ഉണ്ട്, പക്ഷെ അത് ലോവർ ലെയർ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം ഞാനിതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഏത് ഫേസിലാണോ വൈറ്റ് പീസ് എത്താത്തത് അവിടേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ താഴെയായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് അതിനെ സെക്കൻഡ് ലെയറിലേക്ക് ആക്കുകയാണ്. അതായത് ഇവിടെയാണ്, തേർഡ് ലെയറിലാണ് കിടക്കുന്നത്. അതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ F' ചെയ്ത് കഴിഞ്ഞാൽ, ക്യാപിറ്റൽ F' ചെയ്ത് കഴിഞ്ഞാൽ അത് സെക്കൻഡ് ലെയറിലേക്ക് എത്തും. ഇനി എവിടെയാണ് വൈറ്റ് പീസ് എത്താവുള്ളത്, അത് സിമ്പിളാണ്, ഇവിടെ തന്നെയാണ്. അപ്പം ഞാൻ ഇതിനെ ഒന്ന് ഇങ്ങനെ തിരിച്ചിട്ട് അവിടേക്ക് കൊണ്ടുപോയി. എന്നിട്ട് മുകളിലേക്കൊന്ന് റൊട്ടേറ്റ് ചെയ്തപ്പോൾ എനിക്ക് 4 എഡ്ജ് പീസസും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇന്ന് നല്ല വിശദമായിട്ടാണ് പറയുന്നത്, ബിഗിനേഴ്സ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ 4 എഡ്ജ് പീസസ് കിട്ടിയിട്ടുണ്ട്. ഇനിയും ചെയ്യേണ്ടത്, ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പോൾ സോൾവ് ആയത്. ഞാൻ പറഞ്ഞു യെല്ലോ സെൻറ്റർ പീസിന് ഓപ്പോസിറ്റ് എപ്പോഴും വൈറ്റ് സെൻറ്റർ പീസ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ പല കളേഴ്സ് ഉണ്ട്. ബേസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് കളർ യൂസ് ചെയ്തിട്ടും ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന നമ്മുടെ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് വൈറ്റ് പീസസ്, അതായത് മുകളിലുള്ള എഡ്ജ് പീസസിനെ അത്രയും ഈ വൈറ്റ് സെൻറ്ററിന് ചുറ്റും കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അത് നല്ല സിമ്പിളാണ്. അതായത് നമ്മുടെ ഓരോ വൈറ്റ് എഡ്ജ് പീസിൻ്റെ താഴെ, എഡ്ജ് പീസ് എന്ന് പറയുമ്പോൾ 2 കളറേ കാണുള്ളൂ, പക്ഷേ കോർണർ പീസ് എന്ന് പറയുമ്പോൾ 3 കളർ കാണും, ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പോൾ ഞാനൊരു വൈറ്റ് എഡ്ജ് പീസിനെ സെലക്ട് ചെയ്യുകയാണ്. അതായത് ഇവിടെ വൈറ്റും ഇവിടെ ഓറഞ്ചും ഉള്ളൊരു പീസിനെ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ അതിൻ്റെ സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യുകയാണ്. അതായത് ഒരു T പോലെ ഇവിടെ ഇങ്ങനെ കിട്ടണം, T പോലെയാണ് വരേണ്ടത്. അപ്പോൾ ഞാനിതിനൊന്ന് ജസ്റ്റ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് അപ്പർ പോർഷൻ ആണല്ലോ, അപ്പോൾ U ആയിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ മാച്ച് ആയിട്ടുണ്ട്, ഇങ്ങനെ ഒരു ലൈനായിട്ട് മാച്ച് ആയത്, 2 പീസ് ഇങ്ങനെ കറക്റ്റായിട്ട് വന്ന് മാച്ച് ആയത്. ഇവിടെ കോർണർ പീസോ എഡ്ജ് പീസോ കറക്റ്റായിട്ട് വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇനിയും ചെയ്യേണ്ടത് ഇതിനെ നമ്മൾ തിരിച്ച് കൊണ്ടുപോകുക, അതായത് ഇവിടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. വൈറ്റ് സെൻറ്റർ പീസിന് ചുറ്റും കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാനിതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് താഴെ കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് ഒരു പീസ് നഷ്ടമായില്ല, പകരം ഇവിടെ മാച്ചായും കിട്ടി. ഇനി അടുത്ത് നോക്കേണ്ടത് എവിടെയാണ് ഇനി അടുത്തത് വൈറ്റ് സെൻറ്റർ പീസ്, വൈറ്റ് എഡ്ജ് പീസ് ഉള്ളതെന്നാണ്. എനിക്കിവിടെ തന്നെ ഉണ്ട് 3 എഡ്ജ് പീസിനെ ഇനി എനിക്ക് താഴെ കൊണ്ടുവരണം.
അപ്പോൾ ഈ ഗ്രീനാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ള കളറ്. എഡ്ജ് പീസ് വൈറ്റിൻ്റെ കൂടെ ഗ്രീനാണ്. അത് ഓൾറെഡി മാച്ചായി കിടക്കുകയാണ്. എനിക്കുള്ള എല്ലാ കളേഴ്സും ഇനി മാച്ചായി കിടക്കുകയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ അതിനെ ജസ്റ്റ് ഇങ്ങനെ യു പോർഷൻ മാത്രമേ തിരിക്കാവൂ, ഡൗണോ ഒന്നും തിരിക്കരുത്. പിന്നെ റൂബിക്സ് ക്യൂബിൻ്റെ പൊസിഷൻ മാറ്റാതെ നമ്മൾ നോക്കണം, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതാ ഇവിടെ മാച്ച് ആയിട്ടുണ്ട്. വൈറ്റ് ഗ്രീനിൻ്റെ സെൻറ്റർ പീസുമായിട്ട് മാച്ച് ആയിട്ടുണ്ട്. ഇനി അതിനെ താഴെ കൊണ്ടുവരണം, അതായത് ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് വരുന്ന വരെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഇവിടെ രണ്ടടുത്ത്, അതായത് ഈ രണ്ട് എഡ്ജ് പീസിനെ ഇവിടെ രണ്ടിടത്ത് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ അത് നോക്കുകയാണ്. അപ്പോൾ അതാ ഇവിടെ റെഡും ഇവിടെ ബ്ലൂവും മാച്ച് ആയിട്ടുണ്ട്. എനിക്കത് ജസ്റ്റ് ഒന്ന് താഴെ കൊണ്ടുപോകുക എന്നുള്ളതേ ഉള്ളൂ. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് ബാക്കിലോട്ട് ഒന്ന് പോയി നോക്കിയാൽ മതി. അപ്പോൾ ഞാനിതിനെ താഴേക്ക് കൊണ്ടുവരും. ഈ രണ്ടെണ്ണത്തിനെയും താഴെ കൊണ്ടുവരികയാണ്. അങ്ങനെ നമുക്കൊരു വൈറ്റ് ക്രോസ് കിട്ടി. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പും പൂർണ്ണമായിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്സുമാണ് സാധാരണ എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നാറ്. ഇത്രയും ചെയ്യുമ്പോഴേ പാതി തീർന്നു. അപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ക്രോസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ തെറ്റാണ് ചെയ്തെങ്കിൽ ഇത് മാച്ചായിട്ട് കിട്ടില്ല. അതായത് എഡ്ജ് പീസ് ഒന്നും മാച്ചായിട്ട് കിട്ടില്ല, ഇങ്ങനൊന്നും കിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. റെഡ് ഇവിടെ എല്ലാം എനിക്ക് മാച്ചായിട്ട് കിട്ടി, അതിനർത്ഥം കറക്റ്റ് ആണെന്നാണ്. ഇനി ചെയ്യേണ്ടത് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ താഴെ, ഇത് നമ്മൾ താഴെയാണല്ലോ പിടിച്ചത്, എല്ലോ മുകളിലുമായിട്ട്, അതെപ്പോഴും അങ്ങനെ തന്നെ പിടിക്കണം. അപ്പോൾ ഈ 4 കോർണേഴ്സിലും വൈറ്റ് പീസസിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ എഡ്ജ് പീസിനെ താഴെ കൊണ്ടുവരുന്നതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഈ കോർണേഴ്സ് സ്റ്റക്കായി കിട്ടിയെന്നുണ്ടാവാം. അത് എക്സ്ട്രാ പ്ലസ് പോയിൻ്റ് തന്നെയാണ്. നമുക്ക് അത്രയും ഇത് കുറയാണ് ചെയ്യേണ്ട ഇത്. അപ്പോൾ ഞാൻ ഈ കോർണേഴ്സ് ഫില്ല് ചെയ്യാൻ നോക്കുവാണ്. ഇവിടെ എനിക്കൊരു വൈറ്റ് പീസ് ഇനി എവിടെ വേണമെങ്കിലും വരാം. അത് ലോവർ ലെയറിലാവാം, അപ്പർ ലെയറിലാവാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ആകാം. എനിക്കിവിടെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കിട്ടുമ്പോഴാണ് സാധാരണ എളുപ്പം, അതായത് കോർണർ പീസായിട്ട് സൈഡിൽ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ. അപ്പോൾ എനിക്കിവിടെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതിന് കോർണർ പീസിന് 3 കളേഴ്സ് ആയിരിക്കും വരിക. ഒന്ന് വൈറ്റ് ആയിരിക്കും, അതെന്തായാലും വൈറ്റ് തന്നെ ആയിരിക്കും, വേറെ 2 കളേഴ്സും കാണും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൈറ്റിൻ്റെ കൂടെ എനിക്ക് കിട്ടുന്ന കളർ മാത്രം നോക്കുക എന്നുള്ളതാണ്. മുകളിലത്തെ കളർ നോക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് മുമ്പത്തെ കൂട്ട് ഇതിപ്പോൾ ബ്ലൂ അല്ലേ, അപ്പോൾ ബ്ലൂവിൻ്റെ സെൻറ്റർ പീസുമായിട്ട് മാച്ച് ചെയ്യണം. അപ്പോൾ മുകളിലത്തെ ഭാഗം മാത്രം തിരിച്ച് ഞാൻ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് മാച്ചായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിലാണല്ലോ അല്ലേ, അപ്പോൾ റൈറ്റ് സൈഡിൻ്റെ ഇക്വേഷനാണ് ചെയ്യേണ്ടത്. യു ആർ ഡാഷ്. അപ്പോൾ വീണ്ടും അങ്ങനെ തന്നെ കിട്ടി. ഇവിടെ മാച്ചായി കിട്ടി. അപ്പോൾ ചെയ്യേണ്ടത് RUR ഡാഷ്, ക്യാപിറ്റലാണ് RUR ഡാഷ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി, അപ്പോൾ കറക്റ്റായിട്ട് വരും. എനിക്കിവിടെ ഒരു കോർണർ പീസ് സോൾവായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത കോർണർ പീസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരെണ്ണമുണ്ട്. ഞാൻ പറഞ്ഞു ലോവർ പോർഷനിൽ വരാം, അപ്പർ പോർഷനിൽ വരാം. അപ്പോൾ 2 കേസസ് ആണത്. അപ്പോൾ ഇതിന് ചെയ്യേണ്ടത്, ഇതിനെ ഞാൻ മുമ്പേ സോൾവ് ചെയ്ത പീസ് പോലെ ആക്കുക എന്നുള്ളതാണ്. അതായത് ഈ ലെയറിൽ എവിടെയെങ്കിലും കൊണ്ടുവരിക വൈറ്റിന് എന്നുള്ളതാണ്. അപ്പം അത് സിമ്പിളാണ്. അതായത് ഇപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് അതിനെ ഒന്ന് മുകളിലേക്ക് തിരിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ഇതിന് നമ്മൾ സേഫായിട്ട് തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ ചെയ്തു വെച്ചതും പോയില്ല, പകരം ഇതിവിടെ കിട്ടുകയും ചെയ്തു. ഇനി ഇതിനടുത്തത് വരുന്നത് ബ്ലൂ ആണ്. അപ്പോൾ ബ്ലൂവിനെ മാച്ച് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലെ ഇക്വേഷനാണ് ചെയ്യേണ്ടത്. അതായത് LU ഡാഷ് L ഡാഷ്. എനിക്ക് ഇവിടെ 2 എടുത്തു, അപ്പോൾ സോൾവ് ചെയ്ത് കിട്ടി. ഇനി ഇവിടെ 2 എടുത്തു, അതായത് ഇവിടെ ഒരു പീസുണ്ട്. അപ്പോൾ അതിനെ ഞാൻ മാച്ച് ചെയ്യിക്കുകയാണ്. മാച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് റൈറ്റ് സൈഡിൽ വന്നേക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വരാം. അപ്പോൾ 2 ഇക്വേഷൻ ഞാൻ പറയുന്നുണ്ട്, ഏതാണെങ്കിലും ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് വൈറ്റ്, അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഇക്വേഷൻ ചെയ്യുക LU ഡാഷ് L ഡാഷ്. കണ്ടോ? അപ്പോൾ നമുക്കിനി ഒരു കോർണർ പീസ് കൂടെ ഉള്ളൂ വൈറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ തന്നെ അത് വന്നിട്ടുണ്ട്. സിമ്പിളാണ്. എനിക്ക് അടുത്ത കളർ വന്നിരിക്കുന്നത് ഗ്രീനാണ്. അപ്പോൾ ഗ്രീൻ സെൻറ്ററുമായിട്ട് വേണം മാച്ച് ചെയ്യാൻ. വൈറ്റ് അപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ വന്നു. അപ്പോൾ ചെയ്യേണ്ട ഇക്വേഷൻ RUR ഡാഷ്. അപ്പോൾ ലെഫ്റ്റ് വന്നു കഴിഞ്ഞാൽ LU ഡാഷ് L ഡാഷും, റൈറ്റ് വന്നു കഴിഞ്ഞാൽ RUR ഡാഷും ആണ്. അപ്പോൾ
ഇങ്ങനെ കിട്ടി. അതായത് നമ്മുടെ വൈറ്റ് കംപ്ലീറ്റും അതിനോടൊപ്പം ഈ താഴത്തെ ലെയർ ഫുള്ളും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് ലെയർ ഫുള്ളും കംപ്ലീറ്റ് ചെയ്യുക. വൈറ്റ് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ഈ സെക്കൻഡ് ലെയർ അത്രയും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. അതായത് എഡ്ജ് പീസസ് ആണ് അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. യെല്ലോ ഇപ്പോൾ ഇതിൽ ഈ പീസിലാണെങ്കിൽ മുകളിലോ താഴെയോ യെല്ലോ വരാൻ പാടില്ല. അതിപ്പോൾ ഇവിടെ കണ്ടോ മുകളിലാണ്, അപ്പോൾ ആ പീസ് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ താഴെ എന്താണെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റില്ല രണ്ട് പീസും. പകരം എന്താ ഇതുപോലെ രണ്ട് കളേഴ്സ് വരുന്നത് സെലക്ട് ചെയ്യണം. ഇവിടെ എനിക്ക് റെഡും ബ്ലൂ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ താഴത്തെ കളർ അനുസരിച്ചാണ് നമ്മൾ അടുത്ത് ഇനി ചെയ്യേണ്ടത്. താഴത്തെ കളർ റെഡാണ്. അപ്പോൾ ഞാൻ റെഡ് സെൻറ്ററുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. കണ്ടോ ഇങ്ങനെ. ഇനി ജസ്റ്റ് ഞാൻ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. കണ്ടോ, അപ്പോൾ വൈറ്റ് പോയി, വൈറ്റ് ഈ പീസ് പോയി. അപ്പോൾ അത് തിരിച്ച് സോൾവ് ചെയ്ത് കൊണ്ടുവരിക. കണ്ടോ, ഞാൻ ഇതിൻ്റെ ഒരു ഇക്വേഷനായിട്ട് വേണമെങ്കിൽ അത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അതായിരിക്കും സിമ്പിളെന്ന് തോന്നുന്നു. അപ്പോൾ അതിനുവേണ്ടി ആദ്യം മൂവ്മെൻറ്റ്സ് പഠിക്കണം. കണ്ടോ, ഇവിടെ എനിക്കൊരു കേസ് വന്നു. അതായത് ഈ പോർഷൻ എല്ലാം യെല്ലോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ പോർഷൻ സെലക്ട് ചെയ്യാൻ പറ്റില്ല. മുകളിൽ യെല്ലോ ഉള്ളുണ്ട്, ഇവിടെ താഴെ യെല്ലോ വന്നു. അപ്പോൾ ഞാൻ സ്റ്റക്കായിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെയാണ് എനിക്ക് ഈ പീസസ് എല്ലാം പോയത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനൊന്ന് ചെയ്യാം. അപ്പം നമ്മൾ ആലോചിക്കും, അയ്യോ അപ്പോൾ വൈറ്റ് പോകില്ലേ? വൈറ്റ് അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാമല്ലോ, അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് തിരിച്ച് പീസസ് എല്ലാം കറക്റ്റ് പൊസിഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിനെ ഞാൻ ഈ പീസ് സെലക്ട് ചെയ്യണം. രണ്ട് കളറുണ്ടല്ലോ, അപ്പോൾ ഓറഞ്ച് ആയതുകൊണ്ട് ഓറഞ്ചിനോട് മാച്ച് ചെയ്തു. അപ്പോൾ ഈ ഓറഞ്ച് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് മുകളിൽ. ബ്ലൂ എൻ്റെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ഈ ഇക്വേഷൻ ചെയ്യണം. അപ്പോൾ ഇതാ വൈറ്റ് പോയിട്ടുണ്ട്, ബ്ലൂ ആയിട്ട് മാച്ചായിട്ട് വന്നു ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ ഇതാ ചെയ്ത് വൈറ്റിനെ കറക്റ്റ് ചെയ്തു. അപ്പോൾ സെക്കൻഡ് ലെയറിൽ ഇനി ഒരു പീസ് കൂടെ, അതായത് ഈ പീസ് കൂടെ സോൾവ് ചെയ്താൽ മതി. അപ്പോൾ അത് മുമ്പത്തെ കേസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അതിനെ ഒന്ന് വൈറ്റിനെ ഒന്ന് മാറ്റിയിട്ട്, അതായത് ആ ലെയറിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് വൈറ്റിനെ കറക്റ്റ് ചെയ്യുക. എന്നിട്ട് ആ പീസ് മുകളിൽ സ്റ്റക്കായി കിടന്ന ആ പീസ്, താഴെ സ്റ്റക്കായി കിടന്ന ആ പീസിനെ മാച്ച് ചെയ്യിപ്പിച്ചു. അതായത് ഗ്രീൻ ആയിരുന്നല്ലോ, അപ്പോൾ ഗ്രീനും ഓറഞ്ചും. അപ്പോൾ ഞാൻ മാച്ച് ചെയ്തു. ഓറഞ്ച് എൻ്റെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ഇത് ചെയ്യുക. അപ്പോൾ ഇതാ എൻ്റെ സെക്കൻഡ് ലെയറും ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വൈറ്റ് ലെയർ കംപ്ലീറ്റ് ആയി, സെക്കൻഡ് ലെയർ ഫുള്ള് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി തേർഡ് ലെയർ കൂടെ ഉള്ളൂ. ഇത് സിമ്പിളാണ്, പല കേസസ് വരാം. അതായത് എനിക്കിപ്പോൾ ഒരു ലൈൻ കേസാണ് വന്നിരിക്കുന്നത്, ഒരു ലൈൻ പോലെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഡോട്ട് കേസ്, അതായത് ഈ നടുക്കത്തെ സെൻറ്റർ പീസ് മാത്രമായിട്ടും വേറെ ഒന്നും സോൾവ് അല്ലാതെ പല കളേഴ്സായിട്ടും വന്ന് കിടക്കാം. അത് വേറൊരു കേസ്. പിന്നെ വരുന്നത് ഇങ്ങനെ, അതായത് ഇവിടെ ഒരു എഡ്ജ് പീസ്, ഇവിടെ ഒരു എഡ്ജ് പീസ്, നടുക്ക് ഈ സെൻറ്റർ പീസ് മാത്രം മഞ്ഞയായിട്ട് വന്ന് കിടക്കാം. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ കേസ്. ലൈൻ കേസ് വരുമ്പോൾ മാത്രം ഈ ഇക്വേഷൻ ചെയ്യുക. ബാക്കി എല്ലാത്തിനും ഒരു ഇക്വേഷനാണ്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ലൈൻ കേസ് വരുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് അതിന് ഡയഗണലായിട്ട് ഇങ്ങനെ നേരെ വെർട്ടിക്കലായിട്ട് തന്നെ പിടിക്കുക. എന്നിട്ട് ചെയ്യേണ്ടത് ക്യാപിറ്റൽ F R U R dash U dash ആൻഡ് F dash. കണ്ടോ, എനിക്കൊരു ക്രോസ് കിട്ടി. അതായിരുന്നു നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഒരു ക്രോസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ചെയ്യേണ്ട, അതായത് ക്രോസ് കംപ്ലീറ്റ് ചെയ്യാൻ, അപ്പോൾ നമ്മൾ ഡോട്ട് കേസാണ് കിട്ടിയെങ്കിലും ക്രോസ് വന്നു കഴിഞ്ഞാൽ ക്രോസിൻ്റെ കൂടെ യെല്ലോ ഒക്കെ വന്നിരിക്കാം, കുഴപ്പമില്ല. അത് വൈറ്റിൻ്റെ കൂട്ട് തന്നെയാണ്, വരെയാണെങ്കിൽ കുഴപ്പമില്ല. അത് എക്സ്ട്രാ പ്ലസ് പോയിൻ്റ് ആണ്. അപ്പോൾ ഇതിനെ കംപ്ലീറ്റ് ചെയ്യാൻ എല്ലാത്തിനും ഒരേ ഇക്വേഷനാണ്. അതായത് R U R dash U R U2 R dash. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ അതിനെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. R U R dash U R U2 R dash. വീണ്ടും അതുപോലെ തന്നെ കിട്ടി. ഞാൻ അതേ ഇക്വേഷൻ തന്നെ കിട്ടുന്നവരെ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ചെയ്ത് വരുമ്പോൾ ഇതുപോലൊരു ഇത് കിട്ടും. അതായത് ഇവിടെ ഒരു പീസ്, ഒരു ഒരു കോർണർ പീസ് മാത്രം കറക്റ്റായിട്ടും ബാക്കി ഇങ്ങനെ ക്രോസ് ആയിട്ടും കിട്ടും. അപ്പോൾ ചെയ്യേണ്ടത് ഈ കോർണർ പീസിനെ ലെഫ്റ്റ് സൈഡിലെന്ന രീതിയിൽ പിടിച്ചിട്ട് ഇതേ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. R U R dash U R U2 R dash. വീണ്ടും കോർണർ പീസ് മാത്രമായിട്ട് വരികയാണെങ്കിൽ
തിരിച്ചിതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നിട്ട് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ കിട്ടുക. കണ്ടോ, നമ്മുടെ യെല്ലോ മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യേണ്ടത് ഹെഡ്ലൈറ്റ് നോക്കുക. അതായത് ഹെഡ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ കണ്ടോ, ഇതൊരു ഹെഡ്ലൈറ്റാണ്. ഇങ്ങനെ മാച്ച് ചെയ്തിട്ട് ഇതൊരു ഹെഡ്ലൈറ്റാണ്. അതായത് ഇതിപ്പോൾ എൻ്റെ ഒരു നീലയാണ്, നീല കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സൈഡും നീലയും എഡ്ജ് പീസിൻ്റെ അവിടെ മാത്രം വേറൊരു കളറും വന്നു കഴിഞ്ഞാൽ അതിനെ ഹെഡ്ലൈറ്റ് എന്നാണ് പറയുക. അപ്പോൾ എനിക്ക് ഈ ഓറഞ്ചും പച്ചയും എല്ലാം ഹെഡ്ലൈറ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ചെയ്യേണ്ട ഒരു ഇക്വേഷൻ ഇതിനായിട്ട് സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ഒരു സൈഡ് ഹെഡ്ലൈറ്റും ബാക്കിയെല്ലാം വേറെ രീതിയിലും വന്നിടക്കും. അതായത് ഈ ലെയർ മൊത്തം വേറെ രീതിയിലും വന്നിടക്കും. അപ്പോൾ ചെയ്യേണ്ടത് അങ്ങനെ കിട്ടുകയാണെങ്കിലും ഹെഡ്ലൈറ്റ് ബാക്ക് സൈഡിലായിട്ട് ബാക്ക് സ്പേസ് ആയിട്ട് പിടിച്ചിട്ട് ഈ ഇക്വേഷൻ ചെയ്യുക. R' B2 R F' R' B2 R2 ഇതുപോലെ ചെയ്യുക. കണ്ടോ, എൻ്റെ ഹെഡ്ലൈറ്റ് കറക്റ്റായി, ബാക്കിയുള്ളതെല്ലാം ഷഫിളായി അതുപോലെ വന്നു. അതാണ് കറക്റ്റ് പോസ്റ്റ്. അപ്പോൾ അതിനെ വീണ്ടും ഒന്നുകൂടെ ബാക്ക് പിടിച്ചിട്ട് R' F R' B2 R F' R' B2 R2. നമ്മൾ ചെയ്തു വെച്ചൊന്നും പോയതുമില്ല. വീണ്ടും എനിക്ക് അതേ കേസാണ് വരിക. അപ്പോൾ അടുത്ത ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് ബാക്കിൽ പിടിച്ചിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഒരു ബാർ കിട്ടും. ബാർ എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒരു ഫേസ് മാത്രം കംപ്ലീറ്റ് കളറായിട്ട് വരുന്നതിനെയാണ് നമ്മൾ ബാർ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഹെഡ്ലൈറ്റ്സുമായിട്ട് വരും. ഇതാണ് കറക്റ്റ് പോർഷൻ. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ചെയ്യേണ്ടത് ഈ ഹെഡ്ലൈറ്റ് കഴിഞ്ഞിട്ട് അത് വന്നു കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പാണ് ഹെഡ്ലൈറ്റ് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഫേസിനെ ബാറിനെ ബാക്കായിട്ട് പിടിച്ചിട്ട് ചെയ്യേണ്ടത് ഈ അൽഗോരിതം R U' R U R U R U' R' U' R2. അപ്പോൾ ചിലപ്പോൾ സോൾവ് ആവാതെ വരാം. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ അത് റിപ്പീറ്റ് ചെയ്യുക. R U' R U R U R U' R' U' R2. കണ്ടോ, നമ്മുടെ റൂബിക്സ് ക്യൂബ് നല്ല സിംപ്ലസ്റ്റ് അല്ലെങ്കിൽ ഈസിയസ്റ്റ് മെത്തേഡിൽ സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഓരോ ആഴ്ചയും ഇതുപോലത്തെ ട്യൂട്ടോറിയൽസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ബേസാണ്, ബേസ് ആയതുകൊണ്ടാണ് ഞാൻ 3x3 അപ്ലോഡ് ചെയ്തത്. ഇനി മിറർ ക്യൂബ് അതുപോലത്തെ എല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവരും ചെയ്യുമെന്ന് കരുതുന്നു. നിങ്ങൾ കമൻറ്റ്സ് ഇടാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഒപ്പം എല്ലാവർക്കും, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഷെയറും ചെയ്യുക. അപ്പോൾ എൻ്റെ പേര് മറക്കരുത്, കൃഷ്ണപ്രിയ എന്നാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.